നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാപ്രകളും കോൺഗ്രസുകാരും ഒരുമിച്ച് ആഘോഷിച്ച ഹൈക്കോടതി ഉത്തരവിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ആവശ്യപ്പെട്ടു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചെലവഴിക്കുന്നത്. നയം രൂപീകരിക്കുന്നതിനായി പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇതിൽ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നത്. നവകേരള സർവേക്ക് നൽകിയ സ്റ്റേ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ആശ്വാസമാകുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്ന ഉത്തരവും വരുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരേ സമയം ആശ്വസിക്കാനും അതേസമയം വിഷമിക്കാനുമുള്ള ദിവസമാണ്. ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയേൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഉത്തരവിന് സ്റ്റേ, ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ചോദിക്കുന്നത് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ ഒക്കെ ചെലവഴിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേമ പദ്ധതികൾക്കായി പണം ചെലവഴിക്കുന്നതിനായി ഒരു പഠനം നടത്തുന്നതിന്, സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ഹർജിക്കാരോട് ചോദിക്കുന്നു. ഹൈക്കോടതിയിലെ ഹർജിക്കാരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണ് ഈ ഹർജിക്കാരായ രണ്ട് KSU നേതാക്കൾക്ക്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഒപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗമായ മുബാസ് എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നത്. ഈ പാട്ട് കേരളത്തിലെ കോൺഗ്രസുകാർക്കും കോൺഗ്രസുകാരുടെ ആ വിധി കണ്ടിട്ട് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് കാണ്ടം വലിയ വിലയിരുത്തലുകൾ നടത്തിയ മാപ്ര ടപ്പിയോക്കകൾക്കുമാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സർക്കാരിന് എന്തെങ്കിലും ഒരു നേരിയ തിരിച്ചടി ഉണ്ടായാൽ രാവിലെ ചർച്ച, വൈകിട്ട് ചർച്ച, അതും തികയാഞ്ഞു വന്ന് നേരെ ഇരുട്ട് മുറിയിലും ചർച്ച. ഇന്ന് ചർച്ചയുണ്ടോ ഇല്ലയോ എന്ന് വേണം നിങ്ങൾ നോക്കാൻ. നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സതീശന്റെ ഡയലോഗ്, അതിനുശേഷം സ്മൃതീശന്റെ ഡയലോഗ്, എന്തെല്ലാം സ്റ്റഡി ക്ലാസ് ആയിരുന്നു. നിങ്ങൾ സർവേ നടത്തേണ്ട എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ആജ്ഞകൾ. കാര്യം ഇവരാണല്ലോ കാര്യം തീരുമാനിക്കുന്നത്. ഒരു സർക്കാർ 5 വർഷം ഭരിച്ചതിന് ശേഷം ജനങ്ങളിൽ നിന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ അതൊരു സർവേ ആയിട്ട് വോളണ്ടിയർമാരെ വെച്ച് സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? 4 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ നേരെ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ആവിയായി. വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൊണ്ടുപോയൊരവസ്ഥ. പല കോടതി വിധികളും ഈ ആഘോഷ കമ്മിറ്റിക്കാരുടെ ചെപ്പക്കുറ്റിക്കുള്ള അടിയായി മാറിയ സന്ദർഭങ്ങളിൽ ഒന്നും വാർത്തയായിരുന്നില്ല. ഇതും വാർത്താ വിസ്ഫോടനമാകില്ല. വൈകുന്നേരം അന്തിച്ചർച്ച ഉണ്ടാകാനും പോകുന്നില്ല. നവകേരള സദസ്സ് നടത്താൻ സർക്കാരിന് എന്തുകൊണ്ട് കഴിയില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ, അതിലെന്താണ് അപാകത എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് ഹൈക്കോടതിയിലെ ഒരാൾക്ക് ആ നിരീക്ഷണം വന്നു എന്നുള്ള സംശയം സ്വാഭാവികമായി ഉണ്ടാകും. അതൊക്കെ പുറത്തു വരട്ടെ. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിനേക്കാൾ വലിയ വിധി വന്നു എന്ന രീതിയിലൊക്കെ ആഘോഷിക്കപ്പെടുന്നതുമുണ്ട്. വരും ദിവസങ്ങളിൽ അണയാൻ പോകുന്ന തീ പോലെ ഒന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്. ഏതൊരു വിഷയത്തിലും ഓടിച്ചെന്ന് കോടതിയിൽ ചെല്ലുന്നു, ഒരിടത്തുനിന്ന് ചെറിയൊരു ആനുകൂല്യം കിട്ടുമ്പോൾ മാപ്രകൾക്ക് എന്താ സന്തോഷം. ആ സന്തോഷം നേടിയവർക്കെല്ലാം ഇന്നത്തെ ദിവസം ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ളൊരു വാക്കുണ്ട്, ഉംഫി. ആ അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്ന് മുതൽ ഒന്നിനും അനക്കോ ആവി ഉണ്ടാകില്ല. വേറെ ഏതെങ്കിലും വാർത്ത ചർച്ച ചെയ്യാനുണ്ടോ എന്ന നിലയിലേക്ക് ആ വഴിക്ക് പോകുന്ന കാണാം. നവകേരള സർവേ തടഞ്ഞ സന്ദർഭത്തിൽ എന്തൊരാവേശമായിരുന്നു. ആ ആവേശ കമ്മിറ്റിക്കാരെയൊക്കെ ഇന്ന് അതുപോലെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരു അലക്കേണ്ടി വരും. കാര്യം, സർക്കാരിനെതിരെ വന്നാൽ വലിയ വാർത്താ വിസ്ഫോടനവും സർക്കാരിന് അനുകൂലമായി വന്നാൽ അത് ചെറിയ കോളം വാർത്തയായി മാറുന്ന ആ പിതൃശൂന്യ കൂലിയെഴുത്ത്, അതിനെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഓഡിറ്റ് ചെയ്യും. ചില പ്രത്യേക താല്പര്യത്തോടു കൂടിയൊക്കെ ആണോ ചില വിധികൾ വരുന്നത് എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. അത് സുപ്രീം കോടതിയിലേക്ക് ചെന്ന ഉടനെ അതെടുത്ത് നോക്കിയിട്ട് എടുത്ത് ദൂരക്കളെ ആ വിധി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നവകേരള സർവേയിൽ ഞങ്ങൾ ആയ അവസ്ഥയായി എന്ന് കോടതിയിലൂടെ തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട്
ചില തട്ടിപ്പ് പരിപാടികൾ, വളഞ്ഞ വഴിയിലൂടെ വാർത്തകൾ സൃഷ്ടിക്കൽ, അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരൊറ്റ കാര്യവും കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നില്ല. സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്നത്, ഈ നാടിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് കോടതികൾക്ക് കൂടി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെടുത്ത് അവരുടെ അഭിപ്രായം ആരായുന്നത് എന്ത് തെറ്റാണ്? ഈ ലോകത്ത് ആദ്യമായിട്ടാണോ ഇത് ചെയ്യുന്നത്? എല്ലാവർക്കും ചെയ്യാം, പക്ഷെ ഇടതുപക്ഷത്തിൽ മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. ഉടൻ മാധ്യമ ഓഡിറ്റിങ്ങും അതിന് പിന്നാലെ ആരോപണ വിദഗ്ധന്മാരും കൂടി ചേർന്ന് കേരളത്തിൽ കുളം കലക്കാമെന്ന് വിചാരിക്കുന്നിടത്താണ് നവകേരള സർവേയിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെയൊക്കെ ചെപ്പക്കുറ്റിക്കാണ് വീണ്ടും കോടതിയിൽ നിന്ന് അടി കിട്ടുന്നതെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ്. അവിടെ കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കപ്പുറം ആരാണ് ശരിയായ രീതിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണിത്.